ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TV, MD ആൻഡ് CEO ഓഫ് ഷെയർവെൽത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ബെറ്റർ ഓപ്പണിംഗ് തന്നെയാണ്. ഫാർമേഴ്സ് ഇഷ്യൂ മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു റോഡ് ബ്ലോക്ക് ഉള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏത് ദിവസം വേണമെങ്കിലും പാർലമെൻറ്റ് ഇലക്ഷൻ ഡേറ്റുകൾ അനൗൺസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു പ്രീ ഇലക്ഷൻ റാലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ ഫാർമേഴ്സ് ഇഷ്യൂ അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ വീണ്ടും മാർക്കറ്റിൽ ചെറുതായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ കാണാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മൾ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് 348.85 പോയിന്റ് ബെറ്റർ ആയിട്ട്, S&P 500 29.11 പോയിന്റ് ബെറ്റർ ആയിട്ടും, നാസ്ഡാക്ക് 47.03 പോയിന്റ് ബെറ്റർ ആയിട്ടും, അതുപോലെ തന്നെ റസൽ 2000 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 48.25 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് അമേരിക്കയിൽ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. എനർജി ഷെയർസൊക്കെയാണ്, സൈക്ലിക്കൽ സ്റ്റോക്കുകളൊക്കെയാണ് ഇന്നലെ മുന്നേറിയിട്ടുള്ളത്. ഒപ്പം ബാങ്ക് സ്റ്റോക്കുകൾ ഇന്നലെ മുന്നേറിയിട്ടുണ്ട്. അതേസമയം ടെക്നോളജി സ്റ്റോക്കുകളിൽ ടെസ്ല ഒഴികെയുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു സെൽ ഓഫ് കണ്ടിട്ടുണ്ട്. നമ്മൾ അമേരിക്കയിലെ എക്കണോമിക് ഡാറ്റകളൊക്കെ വരുന്ന മാർക്കറ്റിന് ഫേവറബിൾ ആണ്. ഇന്ന് വരാനിരിക്കുന്ന പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയാണ്, അവിടുത്തെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയാണ്. ഈ ഡാറ്റയും മാർക്കറ്റിന് ഫേവറബിൾ ആവുന്നുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണ് അമേരിക്കയിലുള്ളത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമ്മൾ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് അമേരിക്കയുടെ ഫണ്ട് മാനേജേഴ്സ് സർവേ പറയുന്നത് 2 വർഷത്തെ ഹൈയിലാണ് ഗ്ലോബലി ഇക്വിറ്റി അലോക്കേഷൻ വന്നിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വിട്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. ഏറ്റവും കൂടുതൽ അലോക്കേഷൻ പോയിരിക്കുന്നത് ജപ്പാനിലേക്കാണ്. അതുപോലെ തന്നെ 56% ഫണ്ട് മാനേജേഴ്സും ഫേവർ ചെയ്യുന്നത് ജപ്പാനിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. രണ്ടാമത് ഇന്ത്യയാണ്. 19% ഫണ്ട് മാനേജേഴ്സ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്. മൂന്നാമത് നിൽക്കുന്നത് തൈവാനാണ്. 19% ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് മാനേജേഴ്സ് തൈവാനിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പോസിറ്റീവാണ്. ജപ്പാനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ജാപ്പനീസ് നിക്കായി ഇന്ന് 38,875 ഇന്ന് മോർണിംഗിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ ടൈം റെക്കോർഡ് ഹൈ 38,957.44 ആണ്. ഡിസംബർ 29 1989 നിക്കായി 225 ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ടോപ്പിക്സ് ഇൻഡെക്സും ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തത് ഈ ദിവസം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജാപ്പനീസ് മാർക്കറ്റിലെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് പറയുന്ന പോലെ തന്നെ ഹ്യൂജ് റൈസാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ജാപ്പനീസ് മാർക്കറ്റ് പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിലും മറ്റ് ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിലും വളരെ ലോ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2024 ജാപ്പനീസ് നിക്കായി പുതിയ റെക്കോർഡ് ഇടുന്നുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എല്ലാ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും നിക്കായുടെ ടാർഗറ്റ് 45,000 ആയിട്ട് ഉയർത്തിയിരിക്കുകയാണ് ഈ വർഷം. തീർച്ചയായിട്ടും ജാപ്പനീസ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണിത്. രണ്ടാമതിപ്പോൾ ഗ്ലോബൽ ഫണ്ട് മാനേജേഴ്സ് സെലക്ട് ചെയ്യുന്ന ഇന്ത്യൻ മാർക്കറ്റ് ഇന്ത്യനെയാണ്. അതുകൊണ്ട് ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നല്ല ഡേയ്സ് ആണ് ഹെഡ്. ഒപ്പം നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ അമിക്കബിളായിട്ട് ഫാമേഴ്സ് ഇഷ്യൂ ഒക്കെ സെറ്റിൽ ചെയ്യേണ്ടതുമുണ്ട്. ഇനി നമ്മുടെ എക്കണോമിക് ന്യൂസുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഭാവിയിൽ ചെറുതായിട്ടൊരു കോസ് ഫോർ കൺസേൺ ആയിട്ടുള്ളത് നമ്മുടെ 150 റിസർവോയറുകളിലെ വാട്ടർ നോക്കുകയാണെങ്കിൽ 50% താഴെയാണ് മെജോറിറ്റി നിൽക്കുന്നത്. വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അതുപോലെ തന്നെ 1/3 റിസർവോയറുകളിൽ 40% താഴെയാണ്. സൗത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കുറവ് വെള്ളമുള്ളതെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു നമ്മുടെ അഗ്രി റിലേറ്റഡ് ഇൻഫ്ലേഷന് കാരണമാക്കാവുന്ന ഒരു ന്യൂസാണ്. കാരണം അരിയുടെ നെല്ലിൻ്റെ കൾട്ടിവേഷൻ അതുപോലെ തന്നെ മറ്റ് കൾട്ടിവേഷനൊക്കെ ബാധിക്കാൻ ഇഷ്യുള്ള ഒരു അഗ്രികൾച്ചറൽ ന്യൂസാണ്, അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ്. ഇത് ഓൺലി ഫോർ യുവർ ഇൻഫർമേഷൻ മാത്രമായിട്ട് ഞാൻ പാസ് ഓൺ ചെയ്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം ന്യൂസുകൾ ഒന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളുടെ ബൈയിങ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മ്യൂച്വൽ ഫണ്ടുകൾ ജാനുവരിയിൽ വാങ്ങിപ്പോയിട്ടുള്ള സ്റ്റോക്കുകൾ കോൾ ഇന്ത്യ, സുസ്ലോൺ, ബാങ്ക് ഓഫ് ഇന്ത്യ, ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ, ബാങ്ക് ഓഫ് ബറോഡ, HDFC ബാങ്ക്, ക്യാംസ്, നസാര ടെക്നോളജി, ടീം ലീസ്, അതുപോലെ തന്നെ പെട്രോനെറ്റ് LNG, ഫ്യൂഷൻ മൈക്രോ ഫിനാൻസ്. ഈ സ്റ്റോക്കുകളൊക്കെയാണ് ജനുവരി മാസത്ത് മ്യൂച്വൽ
മ്യൂച്വൽ ഫണ്ടുകൾ ഏറ്റവും കൂടുതലായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഈ സ്റ്റോക്കുകൾ വീണ്ടും നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റമൊക്കെ കാണാനുള്ള ചാൻസസ് ഉണ്ട് മീഡിയം ടു ലോങ് റണ്ണിൽ. അപ്പോൾ ഡെലിവറി പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസിഡർ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കുകളൊക്കെ അസസ് ചെയ്യാം, എന്നിട്ട് അവരുടേതായ ഡിസിഷൻ എടുക്കാവുന്നതാണ്. ഇനി NMDC വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. NMDCയുടെ ആദ്യത്തെ ഗോൾഡ് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാണ് ആസ്ട്രേലിയയിലാണ് NMDCക്ക് ഒരു ഗോൾഡ് മൈൻ ഉള്ളത്. ഓൾറെഡി അതിൻ്റെ മൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NMDC ലിഥിയം റിസർവിനുള്ള പ്രീ സർവേയും കൂടി ആരംഭിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് NMDCനെ സംബന്ധിച്ച്. ഇതുവരെ NMDCക്ക് ഗോൾഡ് മൈനിങ് അസറ്റൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. ആദ്യത്തെ ഗോൾഡ് മൈനിങ് അസറ്റാണ് NMDC ഓസ്ട്രേലിയയിൽ വരുന്നത്. തീർച്ചയായിട്ടും NMDC വളരെ പോസിറ്റീവായിട്ട് ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. NMDC കറണ്ട് ലെവലിൽ നിന്ന് മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. HDFC ബാങ്ക് ഹോം ലോൺ സെഗ്മെൻറ്റിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ SBI ആണ് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് ഹോം ലോൺ സെഗ്മെൻറ്റിൽ. 2021 HDFCനെ ഓവർടേക്ക് ചെയ്തത്. പക്ഷേ ഓൾമോസ്റ്റ് അറ്റ് പാറിലേക്ക് വന്നിരിക്കുകയാണ്. HDFC വലിയ രീതിയിലുള്ള പുതിയ സ്കീമുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ കാസ റേഷ്യോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പല മാർഗ്ഗങ്ങളും HDFC ബാങ്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് HDFC ബാങ്കിനെ സംബന്ധിച്ച്. ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് മാജോറിറ്റി ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് റേറ്റിംഗ് ഏജൻസീസ് HDFCയിൽ നെഗറ്റീവ് ആയിട്ടുള്ള ടാർഗറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ HDFC ഈസ് എ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസസ് ഉള്ള ഒരു കമ്പനിയും കൂടിയാണ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ HDFC ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ആൽപെക്സ് സോളാർ നമ്മൾ NSE SMEയിൽ നമ്മൾ അഡ്വൈസ് ചെയ്തിരുന്ന സ്റ്റോക്കാണ്. ഹ്യൂജ് ലിസ്റ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. 335 രൂപ റേഞ്ചിലാണ് ലിസ്റ്റിംഗ് വന്നിട്ടുള്ളത്. ആദ്യത്തെ ദിവസം തന്നെ ആൽപെക്സ് സോളാറിൽ ബാങ്ക് ഓഫ് അമേരിക്ക 2.2 ലക്ഷം ഷെയർ വാങ്ങിയിട്ടുണ്ട്. 337 രൂപ പെർ ഷെയറാണ്. ആൽപെക്സ് സോളാർ ഇസ് എ ഗുഡ് കമ്പനി. അതുപോലെ തന്നെ ക്ലയൻറ്റുകളും നല്ല ക്ലയൻറ്റ് ബേസ് ഉള്ളൊരു കമ്പനിയാണ്. ടാറ്റ ഗ്രൂപ്പ് അവരുടെ ബാറ്ററി ലിഥിയം ബാറ്ററി സെഗ്മെൻ്റ് ഉണ്ട്. അഗ്രദാസ് എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ അണ്ടറിലൊരു കമ്പനി ഉണ്ട്. ഇത് ഡീമർജ് ചെയ്യാനുള്ള പ്ലാനുകളാണ്. അത് കഴിഞ്ഞിട്ട് ലിസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ സ്കീമുകൾ വരുമ്പോഴാണ് അതായത് സ്റ്റോക്കുകൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. ടാറ്റ മോട്ടോഴ്സിൽ പ്രത്യേകിച്ച്. ഇൻഫോസിസ് വീണ്ടും വലിയ രീതിയിലുള്ള ഓർഡേഴ്സ് ബാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. $300 മില്യൺ ഓർഡർ സിംഗപ്പൂരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വലിയ 1-2 ഓർഡേഴ്സ് കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ ഇൻഫോസിസിന് നഷ്ടമായിരുന്നു. പക്ഷേ വീണ്ടും വലിയ രീതിയിലുള്ള ഓർഡർ ബാഗിംഗ് ആണ്. പോസിറ്റീവ് ന്യൂസാണ് ഇൻഫോസിസിനെ സംബന്ധിച്ച്. കോൾ ഇന്ത്യ MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഹരിയാന പവർ കോർപ്പറേഷനായിട്ടാണ് 800 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാനാണ്. കോൾ ഇന്ത്യയുടെ മഹാനദി പവർ പ്ലാന്റിൽ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്. കോൾ ഇന്ത്യ ഓൾറെഡി വളരെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള ഒരു കമ്പനിയും കൂടിയാണ്. അതുപോലെ തന്നെ നല്ല ഡിവിഡൻഡ് ഈൽഡുള്ളൊരു കമ്പനിയാണ്. കറണ്ട് ലെവലിൽ നിന്ന് വീണ്ടും കോൾ ഇന്ത്യ മുന്നേറാനുള്ള സാധ്യതകളാണ്. കാരണം വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് പവർ സെഗ്മെൻറ്റിലേക്ക് കോൾ ഇന്ത്യ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വേദാന്തയുടെ പ്രൊമോട്ടർ എൻറ്റിറ്റി 1.76% സ്റ്റേക്ക് ഇന്നലെ വിറ്റിട്ടുണ്ട്. 265.14 പെർ ഷെയറാണ്. 1737 കോടി രൂപയ്ക്കാണ്. ആരാണ് ബെയറെന്നുള്ളത് വ്യക്തമായിട്ടില്ല. മിക്കവാറും GQG ആവാനാണ് ചാൻസസ് കൂടുതൽ. അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഇത്തരത്തിലുള്ള ബ്ലോക്ക് ഡീലുകൾ ഉണ്ടാവുന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. NBCC ഇക്കൊല്ലത്തെ റവന്യൂ ടാർഗറ്റ് 10,000 കോടി രൂപ മീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇയർ 13,000 കോടിയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. ഒപ്പം ഒരു 262 കോടി രൂപയുടെ ഓർഡറും കൂടി കിട്ടിയിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്ന്. പോസിറ്റീവ് ന്യൂസിലാണ്. സുബ്രഹ്മണ്യ സ്വാമി ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. ആക്സിസ് ബാങ്ക് മാക്സ് ഫിനാൻഷ്യൽ സർവീസസിനെതിരെ മാക്സ് ലൈഫ് ഇൻഷുറൻസ് കമ്പനികളിലെ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. അത് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ ചാൻസസ് ഇല്ല. എന്നിരുന്നാലും അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ അറിവിലേക്കായിട്ട് തന്നിട്ടുള്ളൊരു ന്യൂസാണ്. യെസ് ബാങ്കിൽ കാർലയിൽ 1.3% ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്ററാണ്. 1.3% സെല്ല് ചെയ്തിട്ടുണ്ട്. മോർഗൻ സ്റ്റാൻലി ഏഷ്യ സിംഗപ്പൂർ കമ്പനിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ പൊതുവെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രാൻസ്ഫറാണ് നടന്നിരിക്കുന്നത്. 27.10 ട്രേഡ് നടന്നിട്ടുള്ളത്. ഇനി നമ്മൾ Q3 റിസൾട്ടുകൾ വന്നു കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാ റിസൾട്ടുകളും വന്നു കഴിഞ്ഞു. റവന്യൂ ഗ്രോത്തുകൾ നോക്കുകയാണെങ്കിൽ ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ്. പക്ഷേ പ്രോഫിറ്റബിലിറ്റി കൂടിയിരിക്കുകയാണ് കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ. കോസ്റ്റ് കട്ടിംഗ് മെഷേഴ്സാണ് കൂടുതലായിട്ട് പ്രോഫിറ്റബിലിറ്റി കൂട്ടാനുള്ള കാരണമായിട്ടുള്ളത്. പൊതുവെ ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ് നമ്മുടെ Q3 റിസൾട്ടുകൾ
വാർത്തകളെല്ലാം തന്നെ വന്നിരിക്കുന്നത്. കഫേ കോഫിയുടെ പോലും ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ 69.18 കോടി നെറ്റ് പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഇയർ സെയിം ക്വാർട്ടറിലാണെങ്കിൽ 402 കോടി ലോസ് കാണിച്ച ഒരു കമ്പനിയാണ്. ഇനി NSEയുടെ ടേൺ ഓവർ ഡാറ്റ, അതുപോലെ ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ള ഏത് തരത്തിലുള്ള ട്രേഡിംഗ് ഒക്കെയാണ് നടക്കുന്നത് നോക്കുകയാണെങ്കിൽ വളരെ പെക്യുലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ടോട്ടൽ NSEയുടെ ടേൺ ഓവറിൽ ഇപ്പോൾ 59.5% പ്രൊപ്രൈറ്ററി ട്രേഡ്സ് ആണ് നടക്കുന്നത്. അതായത് ബ്രോക്കേഴ്സ് സ്വന്തം ട്രേഡാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം 51.6% ആയിരുന്നു. റീറ്റെയിൽ സെയിൽസ് 26.8% ഉണ്ട്. കഴിഞ്ഞ വർഷം അത് 28.4% ആയിരുന്നു. ഈ വർഷം റീറ്റെയിൽ സെയിൽസിൽ കുറവാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ട്രേഡിലും 5.6% ഉള്ളൂ. കഴിഞ്ഞ വർഷം അത് 7.6% ആയിരുന്നു. അതുപോലെ തന്നെ കോർപ്പറേറ്റുകൾ 3.6% ഈ വർഷമുള്ളൂ. കഴിഞ്ഞ വർഷം 4.8% ആയിരുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾമോസ്റ്റ് സെയിം ആണ്, 0.1% ആണ്. അതർ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 4.4%, കഴിഞ്ഞ വർഷം 7.4% ആയിരിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോപ്പ് ട്രേഡിംഗ് ആണ് NSEയുടെ FNൻ്റെ ടേൺ ഓവറിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ മറ്റ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ ആൽഗോ ട്രേഡിംഗ് 1.1% ഉണ്ട്. കഴിഞ്ഞ വർഷം അത് 0.45% ആയിരുന്നു. അതുപോലെ തന്നെ ലൊക്കേഷൻ സാധാരണ ബ്രോക്കേഴ്സിൻ്റെ ഒക്കെ ട്രേഡിംഗ് ടെർമിനലിൽ വെച്ചുള്ള ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ 60.7% ആണ്. അതോടൊപ്പം തന്നെ മറ്റു പല സെഗ്മെൻറ്റുകളിലും ഓൾമോസ്റ്റ് സെയിം ആണ്. ഇൻ്റർനെറ്റ് ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ അത് സ്ലൈറ്റ് ഇൻക്രീസ് ഉണ്ടെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. കാര്യമായിട്ടുള്ള ഇൻക്രീസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നോർമലി നോക്കുകയാണെങ്കിൽ NSEയുടെ ടേൺ ഓവറിൽ ബ്രോക്കേഴ്സിൻ്റെ പ്രൊപ്രൈറ്ററി ട്രേഡാണ് 60% നിൽക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായിട്ട് ഹ്യൂമൻ ബീയിങ്ങിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ് ChatGPT എന്ന് പറഞ്ഞൊരു ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയർ 2022 നവംബറിൽ ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ചാണ്. ഇന്ന് നമ്മൾ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയുടെ ഒരു റവല്യൂഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുതുതായിട്ട് OpenAI ChatGPTയുടെ കമ്പനി പുറത്ത് വിട്ടിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ഇന്നലെയാണ് അതിന് ന്യൂസ് വന്നിരിക്കുന്നത്. സോറ എന്ന് പറയുന്ന ഒരു വീഡിയോ ക്രിയേറ്ററാണ്. അതായത് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരും. വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. വലിയ ഡിസ്റപ്ഷൻ ഉണ്ടാക്കാവുന്ന ടെക്നോളജിയാണ്. നാളെ നിങ്ങൾക്ക് ChatGPTയോട് തന്നെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറയാം. അതുപോലെ തന്നെ ആ സ്ക്രിപ്റ്റ് വെച്ചുകൊണ്ട് ChatGPT തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ സെഗ്മെൻറ്റിലും അതുപോലെ തന്നെ സിനിമ സെഗ്മെൻറ്റിലൊക്കെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസാണ്. ഡയറക്ടേഴ്സിൻ്റെ പണി പോവാം. കാരണം ഡയറക്ടേഴ്സ് ആവശ്യമില്ലേ, ChatGPT ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ അത്തരത്തിലൊരു ടെക്നോളജിയാണ് പുതുതായിട്ട് സാം ആൾട്ട്മാൻ്റെ OpenAI ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോറ എന്നാണ് പേര്. ടെസ്റ്റിംഗ് ആരംഭിച്ചിട്ടേ ഉള്ളൂ. പബ്ലിക്കിന് ഇതുവരെ അത് ഓപ്പൺ അപ്പ് ആക്കിയിട്ടില്ല. തീർച്ചയായിട്ടും വളരെ പ്രോമിസിങ് ആണ് സോറ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് റൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി എത്ര കഥാപാത്രങ്ങളാലും ഏത് ബാക്ക്ഗ്രൗണ്ട് ആയി കഴിഞ്ഞാലും ChatGPT ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് ഒരു സിനിമ നിർമ്മിക്കാനായിട്ട് ഇനി കാശ് അധികമൊന്നും ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോറ എല്ലാവർക്കും അവൈലബിൾ ആയി കഴിഞ്ഞാൽ ടെലി സീരിയലോ സിനിമയൊക്കെ നിർമ്മിക്കാൻ വളരെ ഈസിയാണ്. ഡയറക്ഷൻ പോലും അറിയേണ്ട. ഡയറക്ടർ എന്നുള്ള കാറ്റഗറിക്കൊക്കെ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. വലിയ കോളിളക്കങ്ങൾ അല്ലെങ്കിൽ വലിയ ഡിസ്റപ്ഷൻ ഉണ്ടാക്കാവുന്ന ഒരു ടെക്നോളജിയാണ് സോറ. കാത്തിരിക്കുക. അതുപോലെ തന്നെ ആപ്പിള് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വരാൻ പോകുന്നത്. മൈക്രോസോഫ്റ്റായിട്ടൊരു കോമ്പറ്റീഷനാണ് വരുന്നത്. ഒപ്പം OpenAIയുടെ പുതിയ ഒരു ത്രെട്ടും കൂടി ഗൂഗിളിന് വന്നിട്ടുണ്ട്. ഗൂഗിൾ സെർച്ച് എഞ്ചിൻ പോലെ OpenAI ChatGPT ബേസ്ഡ് ആയിട്ടുള്ള സെർച്ച് എഞ്ചിനും കൂടി ലോഞ്ച് ചെയ്യാമെന്ന് റിപ്പോർട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ടെക്നോളജി റെവല്യൂഷൻ നടക്കുന്നത്. ഇപ്പോൾ വലിയ ടെക്നോളജി കമ്പനികൾ തമ്മിലായിട്ടാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹ്യൂമൻ ബീയിങ്സിന് അറ്റ് ദ സെയിം ടൈം ധാരാളം ജോബുകളൊക്കെ റീപ്ലേസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പുതിയ ജോബുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ്. അപ്പം നമുക്കിന്നൊരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഫാർമേഴ്സ് സ്ട്രൈക്കൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റേതായ ഇമ്പാക്റ്റ് ഒക്കെ കാണാം. അപ്പോൾ നമ്മൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് NMDC ആണ്. കറണ്ട് ലെവലിൽ നിന്ന് മുന്നേറാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. മീഡിയം ടു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റേഴ്സിന് വാങ്ങി വയ്ക്കാവുന്ന ഒരു സ്റ്റോക്കാണ് NMDC. മറ്റൊരു സ്റ്റോക്ക് കോൾ ഇന്ത്യ ആണ്. കറണ്ട് ലെവലിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 20 to 30% റിട്ടേൺ മീഡിയം ടു
ലോങ് ടൈമിൽ കിട്ടാൻ ചാൻസസ് ഉള്ള ഒരു കമ്പനിയാണ് കോൾ ഇന്ത്യ. മറ്റൊരു സ്റ്റോക്ക് ഇന്ത്യ ബുൾ റിയൽ എസ്റ്റേറ്റ് ആണ്. എംബസി ആയിട്ടുള്ള അവരുടെ മെർജർ അടുത്ത മാസങ്ങളിൽ കംപ്ലീറ്റഡ് ആവുന്ന റിപ്പോർട്ടുണ്ട്. എംബസി ടേക്ക് ഓവർ വളരെ പോസിറ്റീവാണ് IB റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ച്. പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 0.95 ഉള്ളൂ. തീർച്ചയായിട്ടും മറ്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ താഴെയാണ്. അപ്പോൾ IB റിയൽ കറണ്ട് ലെവലിൽ നിന്ന് മുന്നേറാനുള്ള ചാൻസസ് ആണ്. അതുപോലെ തന്നെ നാൽക്കോയുടെ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സ്പാൻഷൻ്റെ ഒക്കെ ഇമ്പാക്റ്റ് വരാൻ പോകുന്നുള്ളൂ. അപ്പം ലിഥിയം റിസർവിൻ്റെ ഓവർസീസ് സെക്യൂരിറ്റിയുള്ള ലിഥിയം റിസർവിൻ്റെ ഒക്കെ ന്യൂസ് ഫ്ലോസ് പോസിറ്റീവ് ആണ്. നാൽക്കോ കമ്പാരിറ്റീവ്ലി അണ്ടർ പ്രൈസ് ആണ് മറ്റ് PSUകളായിട്ട് നോക്കുമ്പോൾ. അപ്പം നാൽക്കോ നാഷണൽ അലുമിനിയം മുന്നേറാൻ ചാൻസ് ഉള്ളൊരു കമ്പനിയാണ്. അപ്പം സൊമാറ്റോ നമുക്കറിയാം നമ്മുടെ ഒരു ഡെലിവറി പിക്കാണ്. ഈ പറഞ്ഞ പിക്കുകളിൽ നാൽക്കോ അതുപോലെ തന്നെ സൊമാറ്റോ ഇതൊക്കെ നമ്മുടെ ഡെലിവറി പിക്കുകൾ തന്നെയാണ്. NMDC ഒക്കെ. എന്നിരുന്നാലും വീണ്ടും നമ്മൾ മീഡിയം ടു ലോങ് ടൈമിലേക്ക് ഈ സ്റ്റോക്കുകളും കൂടി റെക്കമെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.